റംസാൻ പ്രമാണിച്ച് നമ്മുടെ കത്രിക്കടവുള്ള യാഗ്മ കബാബ് ഔട്ട്ലെറ്റ് 2 ഹൈദരാബാദിൽ നിന്നുള്ള വേന്തർമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈദരാബാദ് ഹലീമും ഹൈദരാബാദ് ബിരിയാണിയും ഹൈദരാബാദ് ഇറാനി ടീയും ഉണ്ടാക്കാനായിട്ട്. ഇതാണ് യാഗ്മ കബാബിന്റെ ഓണേഴ്സിൽ 2 പേരിൽ ഒരാൾ. ഫുഡ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ അത് മാനിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോ ഇദ്ദേഹത്തെ കാണിക്കുന്നത്. ഇത്ര ഐറ്റംസ് ആണ് റമദാൻ പ്രമാണിച്ച് പുതിയ മെനുവിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കാണുന്ന പ്രൈസ് ലിസ്റ്റ്. ഈ ഐറ്റംസ് റമദാൻ തീരുന്നവരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോയാൽ കിട്ടില്ല. 8 തൊട്ട് 13 മണിക്കൂർ എടുത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഹലീം. അതുകൊണ്ട് തന്നെ അതിന് ഇത്ര പ്രൈസ് വരുന്നത്. ഹൈദരാബാദ് പ്രസാദ് സിനിമാസ് ഹലീം ബിരിയാണി ഇത്ര കാര്യങ്ങൾ കൊണ്ടാണ് ഹൈദരാബാദ് ഇടയ്ക്ക് പോകുന്നത്. നല്ലൊരു ഹൈദരാബാദ് ഹലീമും ബിരിയാണി എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ജോൺസീനയുടെ അവസ്ഥയാണ്. പൊതുവേ നാട്ടിൽ ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപരാധമാണ്. ഫ്രണ്ടിൽ ബിരിയാണി വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഗുഡ് വൈബ് അടിച്ചു. പുറകിലത്തെ ആ ഒരു ബാഡ് വൈബ് എനിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് മാറിക്കെട്ടി. ആ ഫൈബേഴ്സൊക്കെ ഉടഞ്ഞ് നല്ല സ്ട്രെച്ച് ആയിട്ടിരിക്കുന്നതായിരിക്കും ഒരു നല്ലൊരു ഹലീമിൻ്റെ ലക്ഷണം. കുറേ അപരാധങ്ങളുടെ കൂടെ ഒരു കുടക്കീഴിലിരുന്ന് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നു എന്നുള്ളൊരു അവസ്ഥ മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. ബാക്കിയെല്ലാം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പണ്ടത്തെ ഗസ്റ്റോ മലബാറിൽ ഹൈദരാബാദിൽ നിന്ന് വന്ന് ഉണ്ടാക്കിയിരുന്ന ചേട്ടന്മാരുണ്ടാക്കിയ ചിക്കൻ ഹലീമിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ഹലീം ഇപ്പോൾ ഇതാണ്. തലേ ദിവസം ഇവിടെ മട്ടൻ ഹലീം ഞാൻ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ ഹലീമാണ്. അത് വളരെ ലെയർ ആയിട്ടാണ് മട്ടനേക്കാളും ചിക്കൻ ഹലീം ഇഷ്ടപ്പെടുന്നത്. നാവ് നന്നാക്കാനായി ഒരു കുപ്പി വെള്ളവും കുടിച്ച് ഞാൻ പിന്നെ ബിരിയാണിയിലേക്ക് അങ്ങോട്ട് കിടന്നു. ബിരിയാണി എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂറിയോസിറ്റി ആയിരുന്നു. മണത്തപ്പോൾ തന്നെ നല്ലൊരു ഹൈദരാബാദ് ഒത്തൻറ്റിക് ബിരിയാണിയുടെ മണം വന്നു. പിന്നെ ഫുഡ് മണക്കരുതെന്ന് പറഞ്ഞ് കുറച്ച് കൊണയന്മാർ കൊണച്ച കമൻറ്റ് ഇടാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് പറയുകയാണ്, കുറച്ച് ബുദ്ധി വിവരമുള്ള പഠിപ്പുള്ള ആൾക്കാരോട് പോയി ചോദിക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സീ യുവർ ഫുഡ്, സ്മെൽ യുവർ ഫുഡ്, ഈറ്റ് യുവർ ഫുഡ് എന്നാണ്. ചിക്കൻ നല്ല അസലായിട്ട് ദമ്മായിട്ടുണ്ടായിരുന്നു. പക്ഷേ റൈസ് കുറച്ച് അണ്ടർ കുക്ക്ഡ് ആയിരുന്നു. എനിക്ക് ഈ റൈസ് ഇതിന് നന്നായിട്ട് കുക്കാകും എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയാം. കാരണം ഞങ്ങൾ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും പൊതുവേ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പലതരം ബ്രാൻഡിൻ്റെ റൈസ് ഉണ്ടാക്കി ശീലിച്ചേക്കുന്നതുകൊണ്ട് ഈ റൈസ് കുറച്ചുകൂടി നന്നായിട്ട് വേകും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പൂ പോലെ വെന്ത ഒരു അരിയാണ് എനിക്ക് ബിരിയാണിയിൽ വരുമ്പോൾ ഇഷ്ടം. അപ്പോൾ ഇത് കുറച്ച് അണ്ടർ കുക്ക്ഡ് ആയിപ്പോയി. അത് ഞാൻ പറയുകയും ചെയ്തു ഓണറിനോട്. മസാലയൊക്കെ എനിക്കൊരു ലെസ് സ്പൈസിയർ വെർഷൻ ഓഫ് ബാവർച്ചി ബിരിയാണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഹൈദരാബാദിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ബാവർച്ചിയിലെ ബിരിയാണിയാണ്. ദ ഒറിജിനൽ ബാവർച്ചിയിലെ ബിരിയാണി. അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊന്നും എടുത്ത് കണ്ടു നോക്കിയാൽ മതി. കടയിൽ ഓൾറെഡി കുറച്ച് കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു, കുറച്ച് വെറുപ്പിക്കൽ ടീമും ഉണ്ടായിരുന്നു, പിന്നെ ഹൈ വോളിയത്തിൽ പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യാതെ നിവർത്തിയില്ല. അനുവയുടെ പോർഷൻ ആയതുകൊണ്ട് മര്യാദക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അനുവയ്ക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു. ഇതാണ് ഡബിൾ കാ മീറ്റ. കുബാനി കാ മീറ്റയും ഡബിൾ കാ മീറ്റയും നിങ്ങൾക്ക് ഹൈദരാബാദ് എവിടെ പോയാലും കടയിൽ കാണാൻ പറ്റും ഡെസേർട്ടായിട്ട്. ഇതൊരു ബ്രെഡ് പുഡിംഗ് ആണ്. ഹൈദരാബാദ് വർഷം ഷായി തുക്ടാന്ന് വിളിക്കാം. കിട്ടില്ല, നിനക്ക് ഭയങ്കര ഇഷ്ടവും, നിനക്ക് ഉറപ്പായിട്ട് ഇഷ്ടവും. ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി. ബ്രെഡ് വെച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി. അത് തന്നെയാണ് ഷായി തുക്ട ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം അതിൻ്റെ ഒരു വകയിലൊരു അമ്മാവനായിട്ട് വരും. ഈ പൊക്കത്തിൻ്റെ വൈറ്റ് ബദാം മറ്റേതാ, അത് മലായി. പക്ഷേ ഇത് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ കിളി മാറും. ഇത് 60 രൂപ സാധനം. മറ്റേ ഈവൻ ഹലീമ ആ ചിക്കൻ 230 അങ്ങനെ എന്തോ അടിപൊളിയാണ്. അത് വാങ്ങാൻ വരുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ 2 പേരായിട്ട് വന്നെയാണെങ്കിൽ ഒരു ഹലീമും ഒരു ബിരിയാണി മേടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ കഴിച്ചത് കറക്റ്റാണത്. എനിക്കറിയാതെ നിനക്ക് ഭയങ്കര ഇഷ്ടമാകുന്നു. എനിക്ക് കൂടുതലും ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇല്ലാണ്ട് അതിൻ്റെ അടിഭാഗം എനിക്ക് ടൂട്ടി ഫ്രൂട്ടി ഉടുക്കത്തെ ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ മാത്രം അതൊക്കെ ഞാൻ പെറുക്കി തിന്നോളാം. അത് തീർത്താ മൊത്തം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മനുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഹലീം. അതുകൊണ്ട് ഞാൻ അവനും ഒരു പ്ലേറ്റ് വാങ്ങി. പിന്നെ നമ്മുടെ അമ്മയ്ക്കും മോനുവിനായിട്ട് വേറൊരു പ്ലേറ്റും കൂടി വാങ്ങി. മൊത്തം ഇപ്പോൾ 250 ഗ്രാംസിൻ്റെ 3 ഹലീമും ഒരു ബിരിയാണിയും വേറെ സംഭവങ്ങളൊക്കെ കൂടിയാണ് നമ്മൾ വാങ്ങിയത്. നമ്മൾ ബില്ലിൻ്റെ പൈസയൊക്കെ കൊടുത്താണ് ഫുഡിൻ്റെ വീഡിയോ ആണ്, അല്ലാതെ ചില OC പെയ് പ്രൊമോഷൻ ഫുഡ് ബ്ലോഗർ ടീമുകളെ പോലെ അല്ല നമ്മൾ. അപ്പം ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ട് പോകണേണ്ട. ഇതെന്താണോ കാണിക്കുന്നത്? അപ്പം ഞങ്ങൾ പോണ വഴി മനുവിന് കൊടുത്തിട്ട് പോട്ടെ. പറഞ്ഞാൽ മനുവിനുള്ള, പറഞ്ഞാൽ അമ്മയ്ക്കും മോനുവിനുള്ളതാണ്.